അതെ, വെറുതെ ഒരു കാര്യമില്ലാതെ എന്തെങ്കിലും ഒപ്പിക്കണമല്ലോ എന്ന് കരുതി യൂട്യൂബിൽ ഒന്ന് VD സതീശൻ എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അല്ല, അങ്ങനെയല്ല, ഒരു സാധാരണ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു യൂട്യൂബ് ഭാഷയിലാണ് ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞത്. സംഭവം വേറെ ഒന്നുമല്ല, ട്രെൻഡിങ് ആയി കിടക്കുന്ന എല്ലാ വീഡിയോയും ഏതാണെന്ന് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇല്ലേ? പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം, അല്ല അതിനു മുൻപ് ഈ നിലത്തെഴുത്ത് പഠിക്കുന്ന കാലം, അന്ന് ശരിക്കും മണ്ണിലാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഈ മണ്ണ് കൂട്ടി വയ്ക്കാൻ ശ്രമിക്കുന്നതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇതേ നോക്കിയേ, അന്ന് ഈ സംഭവമൊക്കെ കഴിഞ്ഞപ്പോൾ മലബാർ സിംഹത്തിന് നേരെ ഏതോ ഒരു ചെക്കൻ ഇംഗ്ലീഷിൽ ഒരൊറ്റ ചോദ്യം അങ്ങ് വെച്ചു കൊടുത്തു. സിംഹം നൈസായിട്ട് ആ ചോദ്യം അങ്ങ് പാസ് ചെയ്തു. ഇത്രയും വിദ്യാഭ്യാസമുള്ള എന്നെ ഒതുക്കാൻ നോക്കിയതിന് മറുപടി ഇങ്ങനെ ആകട്ടെ എന്ന് സതീഷ് ഏട്ടനും കരുതി. അങ്ങനെ പാസ് ചെയ്തു വന്ന ചോദ്യം വീണ്ടും സിംഹത്തിന് നേരെ വന്നപ്പോൾ എനിക്ക് എഴുതാൻ മാത്രമല്ലേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ സാറേ എന്ന് സിംഹം. എന്നിട്ടോ പിണക്കം മാറ്റിയില്ലെങ്കിൽ വീണ്ടും ഇംഗ്ലീഷ് കേൾക്കേണ്ടി വരുമെന്നറിഞ്ഞിട്ട് സുധാകരേട്ടൻ അവസാനത്തെ ആയുധം എടുത്തു. ഒരു കമ്മിറ്റിയും പ്രവർത്തനവും ഇല്ലാത്ത ഒരു മണ്ഡലത്തിൽ വന്ന് ആഴ്ചകൾ കൊണ്ട് സംഘടനാ മിഷനറി ഉണ്ടാക്കി പ്രവർത്തകന്മാർക്ക് ആത്മവിശ്വാസം പകർന്ന് അതിന് നേതൃത്വം കൊടുത്ത് ഈ മുന്നണി ഈ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചതിന്റെ ചുക്കാൻ പിടിച്ചതിന്റെ എല്ലാ ബഹുമതിയും ഞാൻ സതീശന് നൽകിയിട്ടുണ്ട്. KPCC പ്രസിഡന്റ് നിലക്ക് ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. അങ്ങനെ പിണക്കമൊക്കെ മാറ്റി രണ്ടാളും വളരെ സന്തോഷം, സമാധാനം എന്നൊക്കെ കരുതിയിരുന്നപ്പോഴാ ദേ വന്നു അടുത്ത പണി. എന്താണെന്നല്ലേ? അതറിയാൻ നിങ്ങളെ ഞാൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നിങ്ങൾ വരുമല്ലോ, വരണമല്ലോ, വന്നല്ലേ പറ്റൂ. ഞാൻ അവിടെ പോയിരുന്നു, ആ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ആ സമരത്തിന് പൂർണ്ണമായ പിന്തുണ ഞങ്ങൾ നൽകി. അങ്ങനത്തെ ഒരു പദ്ധതി പോലും ഇവർ നടപ്പാക്കുന്നില്ല. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്ന തീര ശോഷണം എന്ന് പറയുന്നത് വളരെ ഗൗരവതരമായൊരു വിഷയമാണ്. ഈ സമരത്തിന് ഞങ്ങൾ പിന്തുണ നൽകും. ആ സമരത്തിൽ ഞാൻ തന്നെ നേരിട്ട് പോയി സമര പന്തലിൽ പോയി തന്നെ സംസാരിച്ച് എന്നെ അവർ ക്ഷണിച്ചിരുന്നു. അയ്യോ, ക്ഷമിക്കണം, സംഗതി ഒന്ന് മാറിപ്പോയതിൽ ഖേദിക്കുന്നു. വിഴിഞ്ഞു എന്ന് കേട്ടപ്പോൾ പഴയ കാര്യങ്ങൾ അറിയാതെ കൈതട്ടി വീണതാ. ഇത് കാട്ടിയ ചിലപ്പോൾ സതീശേട്ടന് ദേഷ്യം വരുമോ ആവോ. എന്നതായാലും മാപ്പ്. എന്നതെന്ന് വെച്ചാൽ മുഖ്യൻ ഒരു 6 പണി അങ്ങ് ഒപ്പിച്ചെന്നേ. ഉദ്ഘാടനം എന്ന് പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ വിളിച്ചു, കൂട്ടത്തിൽ സതീശേട്ടനെയും വിളിച്ചു. എന്നിട്ട് അല്ലേ വേണ്ട, ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എന്നിട്ടോ ചെറിയൊരു പ്രസംഗം അങ്ങോട്ട് കാച്ചി. ഇനിയും കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ വിഴിഞ്ഞം പൂർണ്ണമായി സെറ്റാകുമെന്നോ ശരിയാക്കിയെടുക്കുമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. മുഖ്യനിരിക്കുന്ന വേദിയിൽ കയറി നിന്ന് സത്യം വിളിച്ചു പറയണമെങ്കിൽ ഇച്ചിരൂടെ മൂക്കണം. മൂത്ത് ശശി തരൂർ ആകണം. പണ്ടൊക്കെ ശശി എന്ന് കേട്ടാ ചിരിക്കുന്നവരോട് ഇപ്പൊ സതീശൻ എന്ന് പറഞ്ഞാലേ ചിരിക്കൂ എന്നായി. ഒരു പണിയില്ലടേ നിനക്കൊക്കെ, ഇതിനേക്കാളും നീയൊക്കെ തെണ്ടാൻ പോ. ഇതങ്ങനെ ഒരു സാധനം, വിവരവും ഇല്ല സംസ്കാരവും ഇല്ല. ഓസിനടിച്ചിട്ട് പണിയെടുക്കുന്നവരുടെ നെഞ്ചത്തോട്ട് കയറുന്നതാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ. തൽക്കാലം സാറിന്റെ കത്തലടക്കാൻ സമയമില്ലിപ്പോ. അപ്പോൾ പറഞ്ഞു വന്നത് സതീശേട്ടന്റെ പരിപാടി. എല്ലാവർക്കും വിഴിഞ്ഞത്തേക്ക് വീണ്ടും സ്വാഗതം. സിയാറ്റിൽ പോലെ, സിംഗപ്പൂർ പോലെ ദക്ഷിണ കേരളം മുഴുവൻ ഒരു പോർട്ട് സിറ്റിയായി മാറുന്ന സ്വപ്നത്തിലേക്കാണ് നമ്മൾ പറന്നു പോകേണ്ടത്. വേറെ ഒരു പണിയില്ലടേ നിനക്കൊക്കെ, ഇതിനേക്കാളും നീയൊക്കെ തെണ്ടാൻ പോ. ഇതിങ്ങനെ ഈ കുന്ത്രാണ്ടത്തെ ആരാണോ കുപ്പിയിൽ നിന്ന് ഈ തുറന്നു വിടുന്നത്? ആരെങ്കിലും ഈ സാധനത്തെ കുറച്ചു നേരം ഒന്ന് പൂട്ടിയിടാവോ? സതീശേഷം ബാക്കി പറയുന്നത് കേട്ട് സമരം ചെയ്തവരൊക്കെ ഇതേണ്ട ജണ്ട്, റീത്ത്, ചെരുപ്പുമാല തുടങ്ങിയ ഉപഹാരങ്ങളുമായി സതീശേട്ടനെ കാത്ത് വേദിക്ക് പിന്നിൽ കാത്തിരിപ്പുണ്ട് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ചെയ്യേണ്ടതുണ്ട്. സമയബന്ധിതമായി അതെല്ലാം പൂർത്തിയാക്കുക എന്നതാണ് നമ്മുടെ ചുമതല. തീർച്ചയായും അക്കാര്യത്തിനു വേണ്ടി ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ പോസിറ്റീവായ കാര്യങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടാകും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പു നൽകുന്നു. വേറെ ഒരു പണിയില്ലടേ നിനക്കൊക്കെ, ഇതിനേക്കാളും നീയൊക്കെ തെണ്ടാൻ പോ. അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞു. അവിടുന്ന് നേരെ സെക്രട്ടേറിയറ്റിലേക്ക്. അവിടെ ഒരു ഉപരോധ സമരം നടത്തുന്നുണ്ട്. അങ്ങനെ അധ്യക്ഷൻ പ്രസംഗിച്ചു. അതെന്താ എന്ന് ചോദിച്ചവരോട് പറഞ്ഞു, ഞാനല്ലേ KPCC പ്രസിഡന്റ്, അപ്പോൾ ഞാനല്ലേ ഇതൊക്കെ പറയേണ്ടത്, എന്നാ പിന്നെ ഉണ്ടാക്കൂ എന്നായി എല്ലാവരും.
പിന്നെ വേറൊരു സൂത്രം ഉണ്ടല്ലോ, അത് തരത്തില്ല. ആ സൂത്രം എന്താണെന്ന് പറയട്ടെ. സുനിൽ കനകോല് മാമൻ സതീശൻ മോന് വേണ്ടി പ്രത്യേകം കൊടുത്തു വിട്ടതാ. അടിപൊളി സാധനമാ. അങ്ങനെ സുധാകരേട്ടൻ വീണ്ടും സതീശനായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സുധാകരേട്ടൻ ചില കാര്യങ്ങളിൽ പ്രവർത്തകരെ ഉദ്ബോധിപ്പിക്കുന്നുമുണ്ട്. എന്നിട്ടാണ് ബാക്കി. ഒരു ജനസമൂഹത്തിന്റെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കലും ഈ നാടിൽ അതിന്റെ ആഹ്വാനമാണ് ഈ സമരമുഖം ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ തളിച്ചുകൂടിയ നമുക്കും എനിക്കും നിങ്ങൾക്കും തുറക്കാനുള്ളത്, പ്രഖ്യാപിക്കാനുള്ളത്. ആ പ്രഖ്യാപനത്തെ നെഞ്ചിലേറ്റണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ്. ഇനി രാവണന്റെ വരവാണ്, ക്ഷമിക്കണം, ആടി ഉലഞ്ഞുകൊണ്ടുള്ള സതീശേട്ടന്റെ വരവ്. ഇപ്പോഴാണ് ഒരു സൂത്രം കൊടുക്കുന്നത്. നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കോണം, അല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല. കൊടുക്കുന്നത് CMP നേതാവ് CP ജോൺ സാറാണ്. ഇതൊന്ന് കുത്തണം. വാക്കുകൾക്ക് ഈ വ്യക്തത വേണമെങ്കിൽ ഇത് കുത്തിയേ പറ്റൂ. ഇതാണ് നേരത്തെ പറഞ്ഞ സൂത്രം. കനകോലു മാമൻ VD സതീശൻ മോന് വേണ്ടി മാത്രം കരുതി വെച്ച ആ കുന്ത്രാണ്ടം. ഇതെന്തിനാണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞേക്കാം. ഇത് കണ്ടിട്ട് എന്തെങ്കിലും PR പരിപാടിയാണെന്ന് തോന്നിയാൽ അത് തിരിച്ചും സ്വാഭാവികം മാത്രമല്ല മനഃപൂർവ്വമാണെന്ന് കൂടി ഇതിനാൽ അറിയിക്കുന്നു. അപ്പൊ തുടങ്ങാല്ലേ. ബഹുമാന്യനായ അധ്യക്ഷൻ, കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും കരുത്തനായ നായകൻ ശ്രീ K സുധാകരൻ, വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ, ജനപ്രതിനിധികളെ, അതങ്ങനെയല്ലേ പറ്റൂ. ആ കൂട്ടത്തിൽ പേരെടുത്ത് പറഞ്ഞേ പറ്റൂ. ആരുടെ? സുധാകരേട്ടന്റെ. അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് അങ്ങ് പിണങ്ങും. പിന്നെ നേതാക്കന്മാർ തീരെയില്ലാത്ത പാർട്ടി ആയതുകൊണ്ട് തന്നെ വേദിയിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കോൺഗ്രസ് പാർട്ടിക്കുണ്ടാവൂ. അതുകൊണ്ട് അവരുടെ പേര് പറയാൻ ശ്രമിച്ചാൽ ഉപരോധ സമരം പേര് പറച്ചിൽ മാത്രമായി അവസാനിക്കുമെന്ന് സതീഷ് ചേട്ടന് നന്നായി അറിയാം. തൽക്കാലം അതുകൊണ്ട് അവിടെ നിർത്തിയെന്നും മാത്രം. ഇനി നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് വരാം. വിഴിഞ്ഞം കഴിഞ്ഞ സ്ഥിതിക്ക് വിഴിഞ്ഞത്തെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് ആ സമരം തുടങ്ങുക? അപ്പോൾ വിഴിഞ്ഞത്ത് കപ്പൽ വന്നു. അതിനു മുമ്പ് സർക്കാരിനെ പുകഴ്ത്തി 2 വാക്കും സതീഷ് ചേട്ടൻ സംസാരിച്ചു തുടങ്ങി. അഴിമതിയുടെ ചെളിക്കുണ്ടിൽ വീണ് കിടക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നത്. അത് ശരിയാണ്, ആ പറഞ്ഞ ശരിയാണ്. എവിടെയാണ് അഴിമതി ഇല്ലാത്തതെന്നേ? തൊട്ടാ തന്നെ അഴിമതിയല്ലേ. എന്തൊക്കെയാണ് നോക്കിയാലോ. അല്ല, തുടക്കം മുതൽ തന്നെ പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റിയെന്ന് വരുന്നില്ല. തൽക്കാലം ചിലത് മാത്രം പറയാം. കെയിൽ തുടങ്ങിയ എല്ലാത്തിലും ഉണ്ടായിരുന്ന അഴിമതി, പിന്നെ മാസപ്പടി, മാനം നോക്കി ക്യാമറകൾക്ക് വേണ്ടി നടത്തിയ അഴിമതി, അങ്ങനെ എത്ര എണ്ണം. ഇക്കാര്യത്തിൽ മാത്രം സതീഷ് ചേട്ടന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. എന്നാ പിന്നെ കപ്പലിലേക്ക് പോകാം. വിഴിഞ്ഞത്ത് കപ്പൽ വന്നു. കപ്പൽ വന്നു. കപ്പലല്ല വന്നത്, ക്രെയിനാണ് വന്നത് വിഴിഞ്ഞത്ത്. അല്ലല്ല, കപ്പലാണ് വന്നത്. അങ്ങനെയാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. കപ്പലാണോ വന്നത്? കപ്പൽ വന്നു. കപ്പലല്ല വന്നത്, ക്രെയിനാണ് വന്നത് വിഴിഞ്ഞത്ത്. ഇത് എന്നാ ഇടപാടാ സതീഷ് ചേട്ടാ? കഴിഞ്ഞ ദിവസം അവിടെ വേദി കയറി വിഴിഞ്ഞത്ത് വെച്ച് പറഞ്ഞ എന്നതാ? കപ്പലെന്ന് തന്നെയല്ലേ? അതായത് ഷിപ്പ് വന്നു എന്നല്ലേ? എന്നിട്ടിപ്പോ നിങ്ങൾ എന്നതായി പറയുന്നേ? കപ്പലല്ല ക്രെയിൻ ആണെന്ന് പറഞ്ഞാൽ എങ്ങനാ? നമ്മുടെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് മുളച്ചിരിക്കുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ആദ്യമായി ക്രെയിനും കൊണ്ടൊരു ഷിപ്പിലൂടെ ഫസ്റ്റ് ഡോക്കിംഗ് നടത്തിയത്. അങ്ങനെ പറഞ്ഞത് വിഴിഞ്ഞത്ത് വന്നത് ഷിപ്പാണെന്നല്ലേ സതീഷ് ചേട്ടൻ വലിയ വായി കയറിയെന്ന് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞത്? എന്നിട്ട് 10 പേരെ കാണുമ്പോൾ ഇങ്ങനെ പോക്കണം കേട് പറഞ്ഞ മോശം കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ആ തരൂർ സാറ് പറഞ്ഞതുപോലെ നട്ടലോടുകൂടി പറയണം. ആ ഷിപ്പിന് വേണ്ടി കൊടി പിടിക്കുന്നിടത്ത് പോയി നിന്ന് ചിരിച്ച് ഫോട്ടോ പിടിച്ച് ഇപ്പൊ പറയുന്നു കപ്പലല്ല ക്രെയിനാന്ന്. ഞാൻ എന്റെ ഗതികേടിന് തൊട്ട് അടുത്ത് നിൽക്കുന്നുണ്ട്, ഓടിക്കാൻ പറ്റുമോ? അത് ശരിയാണ്, ഗതികേടാന്ന് എല്ലാവർക്കും അറിയാവുന്നേ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു അവസ്ഥ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് സംഭവിച്ചത്. അതൊക്കെ പോട്ടെ, എന്നായാലും കേരളത്തിൽ കപ്പൽ വന്നല്ലോ, അത് തന്നെ സമാധാനം. കപ്പൽ വന്നു. കപ്പലല്ല വന്നത്, ക്രെയിനാണ് വന്നത് വിഴിഞ്ഞത്ത്. ശരി, ക്രെയിനെങ്കിൽ ക്രെയിൻ വന്നല്ലോ. ഇനിയിപ്പോ കുറച്ചു മാസം കഴിയുമ്പോൾ ശരിക്കും കപ്പൽ വിഴിഞ്ഞത്ത് വരുമെന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കേരളം വീണ്ടും വികസിക്കുമല്ലയോ? അതിന്റെ ക്രെഡിറ്റ് അതില്ല, അത് മുഖ്യമന്ത്രിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. കപ്പൽ ഇറങ്ങണമെങ്കിൽ എത്രയും നാൾ കഴിയണം? 2021 കപ്പൽ അടുക്കേണ്ടതാണ്. 2019 കപ്പൽ എടുക്കേണ്ടതാണ്. അവിടെ 4 കൊല്ലം കഴിഞ്ഞിട്ട് ക്രെയിൻ മാത്രമാണ് വന്നിരിക്കുന്നത്. എന്നിട്ട്
എന്തൊക്കെയാണ് ചെയ്യുന്നത് ചേടാ ഇത് എന്നാ ഗുരുവാണ് മനുഷ്യ. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ഒരിനം നാണം കെട്ട പരിപാടിയല്ലേ നിങ്ങൾ ചെയ്യുന്നത്. അവിടെ പറഞ്ഞെന്തുവാ, കുറച്ച് മാസം കൂടി കഴിയുമ്പോൾ ഇത് നടപ്പിലാകും എന്നാണല്ലോ. അതിനുവേണ്ടി എല്ലാവരും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കണം, ഉത്സാഹിക്കണം എന്നൊക്കെയാണല്ലോ വായി നിന്ന് തള്ളിയത്. ഇനി അതും കൂടി കേൾക്കണോ? തീർച്ചയായും തുടരെ വന്ന ഈ ഗവൺമെന്റ് അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. ഞാൻ അതിനെ പ്രത്യേകമായി അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നു. വികസനം എന്ന് പറയുന്നത് ഈ നാടിനോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റും വരാനിരിക്കുന്ന തലമുറയോടുള്ള കമ്മിറ്റ്മെന്റും കൂടിയാണ് എന്ന് നാം ഓർക്കണം. വികസനം ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വരുത്തുന്ന മാറ്റമായിരിക്കും അതിൽ മുഖ്യം. ഒരുപാട് തൊഴിൽ സാധ്യതകളും കേരളത്തിന്റെ സാമ്പത്തിക വരുമാനവും നമുക്ക് വികസന പദ്ധതികൾ നടപ്പാക്കാൻ, ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാനുള്ള നമ്മുടെ കരുത്തായി നമുക്ക് ഈ പോർട്ടിനെ മാറ്റണം എന്നാണ് എന്റെ അഭ്യർത്ഥന. കണ്ടില്ലേ, വല്ലാത്ത ഇരട്ടത്താപ്പ് തന്നെ മനുഷ്യ. ഇത് വല്ലാത്ത ചതിയായി പോയല്ലോ. അവിടെ ചെല്ലുമ്പോൾ ബായി ബായി, അല്ലാത്തപ്പോൾ പ്രവർത്തകരെയും പൊതുജനത്തെയും ചുമ്മാ ചിരിപ്പിക്കാനും മണ്ടന്മാരാക്കാനും വേണ്ടി ഇങ്ങനെ ഓരോ നാടകങ്ങളെ. നിങ്ങളൊക്കെയാണ് ശരിക്കും ഓന്തിന സ്വഭാവം കാണിക്കുന്നത്. നേരത്തെ നമ്മുടെ പിഷാരടി ഉണ്ടല്ലോ, രമേശ് പിഷാരടി പറഞ്ഞതുപോലെ ശരിക്കും KPCC ആസ്ഥാനത്തെ ഓന്തുകളൊക്കെ ഇപ്പൊ തല തല്ലി മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കേട്ടുവരുന്നത്. മുഖ്യമന്ത്രി കേൾക്കെ ഓഹോ, അല്ലാത്തപ്പോ ഏഹേ, ഇതാണല്ലോ അവസ്ഥ. പിന്നെ ഈ അഴിമതി ആരോപണങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കണമെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള ചങ്കൂറ്റമെങ്കിലും പ്രതിപക്ഷം കാണിക്കണം. അല്ലെങ്കിൽ ദത്ത സാറിനെ പോലെ നാട്ടുകാർ പറയും ദേ ഇങ്ങനെ. വേറെ ഒരു പണിയില്ലടേ നിനക്കൊക്കെ. ഇതിനേക്കാളും നീയൊക്കെ തെണ്ടാൻ പോ.